എന്തായാലും നിങ്ങളെ പേര് ഇന്ന് പ്രഖ്യാപിക്കും. ആണല്ലേ? നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ പ്രചാരണം തുടങ്ങാം. പിന്നെ വോട്ട് ചോദിച്ചു തുടങ്ങാം. അമ്മേനോട് പറയടാ, വോട്ട് ചേർക്കായിരുന്നു അല്ലേ? ഇനി നമുക്ക് നിർണയിച്ചിട്ട് ചോദിച്ചാ പോരെ. ഞാൻ ഈ ചുമര് ബുക്ക് ചെയ്തിട്ടുണ്ട്. ജിതിനോട് തരാൻ പറഞ്ഞു. സമയത്തിന് കിട്ടുന്നില്ല, അച്ചക്കൻ തരൂല. അതന്നെ തരുമായിരിക്കും. അവിടെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഗണേശ് ചേട്ടനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിസങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. അപ്പോൾ തന്നെ നമ്മളൊരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുകയാണ്. നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ വെനസ്വലയിൽ, ക്യൂബയിൽ, അമേരിക്കയിൽ, എന്തിനേറെ പറയുന്നു ഉട്ടോപ്യയിൽ വരെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനകീയ മുന്നണികൾ അധികാരത്തിൽ. ഇതല്ലേ പറയേണ്ട കാര്യം? എന്തെങ്കിലും പറയണ്ടേ? ജനകീയ മുന്നണികൾ അധികാരത്തിൽ വരികയാണ്. ജനപിന്തുണ ആർജിച്ച നേതാക്കന്മാരാണ് ഓരോ സ്ഥലത്തും കയറി വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതുപോലുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. ഇതെല്ലാം പറയാനുണ്ട്, നേരെ പറഞ്ഞാ പോരെ. എന്തായാലും വിളിക്കും. നമ്മൾ സ്ഥാനാർത്ഥി നിർണയമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ വാർഡിനകത്ത് നമ്മളെ ആര് നയിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രഖ്യാപിക്കുന്നില്ലേ? പ്രധാനപ്പെട്ട ഒരു യോഗമാണിത്. അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സ്ഥാനാർത്ഥി സുജേഷ്, അല്ലല്ല, ഇരിക്കൂ, പ്രഖ്യാപിക്കാലോ അല്ലേ? നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ ആവേശവും നമ്മുടെ നാടിന് വേണ്ടി ഏത് സമയത്തും രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ദീപേഷാണ് നമ്മുടെ സ്ഥാനാർത്ഥി. നമ്മുടെ യുവത്വത്തിന്റെ പ്രതീകമായ ദീപേഷിനെ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഭിവാദ്യം. പാർട്ടി തീരുമാനം അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ അല്ലേ? ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. വോട്ട് ചെയ്യണേ. ശരി ദിവേഷേ, എന്നാ നീ പോയിക്കോ. അല്ല, ഞാനിവിടെ സഹായിക്കാം. എല്ലാവർക്കും കുറച്ച് പണിയുണ്ട്. എന്താ ചെയ്യുമല്ലേ എനക്ക് വേണ്ടിട്ട്? എനക്ക് വേണ്ടി പുതിയ ഷർട്ട്, പുതിയ മുണ്ട്. മറക്കും